നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ ജില്ലാ ബി.ജെ.പി. ഓഫീസിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ചാക്കുകളിലാക്കി എത്തിച്ചെന്ന ഗുരുതര ആരോപണവുമായി പാർട്ടിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി പി. അക്ഷയ് രംഗത്ത്. സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് 17 ചാക്കുകളിലായി 25 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം എത്തിയെന്നാണ് അക്ഷയുടെ വെളിപ്പെടുത്തൽ. ഇലക്ഷൻ ഫണ്ടിന്റെ മറവിൽ പാർട്ടിയിലെ ഒരു കൂട്ടം നേതാക്കൾ ചേർന്ന് വൻ തുക തട്ടിയെടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിയുടെ ട്രഷററെയോ ഓഫീസ് സെക്രട്ടറിയെയോ അറിയിക്കാതെ സംഘടനാ സെക്രട്ടറി സുരേഷ്, ഡ്രൈവർ രാജേഷ്, മുരളി കൊളങ്ങാട്ടിൽ എന്നിവർ ചേർന്നാണ് പണമിടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞ വിജനമായ വീട് വാടകയ്ക്കെടുത്താണ് തുക സൂക്ഷിച്ചിരുന്നത്. തമിഴ്നാട് രജിസ്ട്രേഷൻ ബലേനോ കാറിൽ വന്ന പണമെടുക്കാൻ തന്നെയും കൊണ്ടുപോയിരുന്നതായി അക്ഷയ് വെളിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ തലേ ദിവസം വൈകിട്ട് 6 ലിഫ്റ്റ് മാർഗമാണ് പണം ഓഫീസിന്റെ 2ാമത്തെ നിലയിൽ എത്തിച്ചത്. ഇക്കാര്യങ്ങൾ തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും സംഘടനാ സെക്രട്ടറി നോക്കിക്കൊള്ളും എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് അക്ഷയ് പറഞ്ഞു. പക്ഷേ ഇത് ഇലക്ഷന് വന്ന പണം കഴിഞ്ഞിട്ട് ബാക്കി പൈസയാണ് ഞാൻ പറഞ്ഞത്. എന്ത് വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അതും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്കറിയില്ല, അത് പല പല വണ്ടികളിലായി പല പല ഘട്ടങ്ങളിലായിട്ടാണ് കൊണ്ടുവന്നത്. ഇലക്ഷന് മുമ്പായിട്ട് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് എത്തിയിട്ടുണ്ട്. അത് എത്ര എന്തെന്നുള്ളത് ഓഫീസ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല. ട്രഷറർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനും അറിയില്ല. ഇവര് 3 പേരുമാണ് കൈകാര്യം.